നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. ആ സ്റ്റോക്ക് വേറൊന്നുമല്ല, റിലയൻസ് ഇൻഫ്രയാണ്. എന്തുകൊണ്ടാണ് റിലയൻസ് ഇൻഫ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒത്തിരി പേർ ചോദിച്ചതിനെ തുടർന്ന് നമ്മൾ റിലയൻസ് പവർ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിലയൻസ് പവർ പോലെ തന്നെ അതിൻ്റെ സഹോദര സ്ഥാപനം എന്ന രീതിയിൽ പറയാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഫ്ര. കൂടാതെ ഒത്തിരിയേറെ പേർ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ സ്ക്രീനർ സോഫ്റ്റ്വെയർസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിനേക്കാളും വളരെ ശക്തമായിട്ടുള്ള ഫിനാൻഷ്യൽസാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ പേർ ഇതിൻ്റെ അകത്ത് റീറ്റെയിലേഴ്സ് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ റിലയൻസ് പവറിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അനിൽ ധീർഭായ് അംബാനിയുടെ ഗ്രൂപ്പ് കമ്പനികളിൽ ഒരു രണ്ടാം തലമുറയുടെ മകൻ്റെ വരവോട് കൂടിയിട്ട് ഒരു ടേൺ അറൗണ്ട് കമ്പനി എന്ന രീതിയിലൊക്കെ, ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്നുള്ള രീതിയിലൊക്കെ ഒട്ടനേകം വാർത്തകളൊക്കെ വന്നിരുന്നതാണ്. ഒത്തിരി പ്രോജക്റ്റുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു, കുറേ ആർബിട്രേഷൻ ഔട്ട്കമ്മിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു വാർത്തകളൊക്കെ വന്നതിനെ തുടർന്ന് റിലയൻസ് ഇൻഫ്ര ജൂൺ മുതൽ ജൂലൈ വരെയുള്ള ആ ഒരു 1.5 മാസത്തിനുള്ളിൽ കാലയളവിൽ ഏകദേശം ഇരട്ടിയോളം വിലയായി 200 ചില്ലുവാനത്തിൽ നിന്ന് 400 ചില്ലുവാനത്തിലേക്ക് ഉയർന്നു. അതിനുശേഷം അത് തുടർച്ചയായിട്ടുള്ള തകർച്ചകളൊക്കെ നേരിട്ട് ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 175 എന്ന നിലവാരത്തിലാണ്. അതായത് മുമ്പുള്ളതിൻ്റെ പകുതി പോലും, അതിൻ്റെ ഓൾ ടൈം ഹൈസിനേക്കാളും കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാളും അതിൻ്റെ പകുതി പോലും ഇല്ല എന്നർത്ഥം. ഈ ഒരു പരിസ്ഥിതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് കുറച്ച് ഇൻഡെപ്തായിട്ട് ക്രിട്ടിക്കലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഫിനാൻഷ്യൽസിലേക്ക് ഒന്ന് നോക്കാം. ഏകദേശം 6700 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏകദേശം 166 രൂപ വില നിലവാരത്തിലൊക്കെയാണ്. 52 വീക്ക് ഹൈയും ലോയും 425, 162 ഇപ്പോഴത്തെ ഈ ഒരു വില നിലവാരത്തിലൊക്കെയാണ് യഥാക്രമം. 364 രൂപയുടെ ബുക്ക് വാല്യൂ, അതായത് ഇന്നുള്ളതിൻ്റെ ഇരട്ടിയിലേറെ, അഥവാ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 0.4 ആ ഒരു നിലവാരത്തിലൊക്കെയാണ് എന്നർത്ഥം. ഇൻട്രിൻസിക് വാല്യൂ 982. അപ്പോൾ ഏകദേശം ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ ഏകദേശം 10-15% മാത്രമാണ് രീതിയിലൊക്കെയാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പം സാധാരണ രീതിയിൽ ഈ ഒരു നമ്പേഴ്സൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് എന്നുള്ളതാണ് തോന്നുക. വളരെ നല്ല ROE ROC ഒക്കെ വളരെ നല്ല നിലയിലൊക്കെ ഇരിക്കുന്നു, ഒരു കുറ്റവും പറയാനില്ല. ക്വാർട്ടർലി റിസൾട്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു. നഷ്ടത്തിൽ നിന്നും വലിയ ലാഭത്തിലേക്കുള്ള ഒരു കരകയറ്റമാണ് കഴിഞ്ഞ 2 ക്വാർട്ടറിൽ കണ്ടത്. ഏകദേശം 3200 കോടി രൂപ ഡിസംബർ 2024 ക്വാർട്ടറിൽ നഷ്ടം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേസമയം മാർച്ച് 2025 8300 കോടി രൂപയുടെ അടുത്തുള്ള ലാഭം പോസ്റ്റ് ചെയ്തു. അതേസമയം ജൂണിൽ ഈ ലാഭം കുറച്ച് കുറഞ്ഞു, 305 കോടി രൂപ മാത്രമായി. പ്രൊമോട്ടർ ഹോൾഡിംഗ് പടിപടിയായിട്ട് ഉയരുന്നു. അധികമായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും FI ഹോൾഡിങ്സ് ഉണ്ട്, ED അറ്റാച്ച് ചെയ്യപ്പെട്ട ഗവൺമെൻറ് ഹോൾഡിങ്സും ഉണ്ട്. ബാക്കിയെല്ലാം ഏകദേശം 73% പബ്ലിക്കിൻ്റെ അടുത്ത് ഹോൾഡ് ചെയ്യുന്നു. പബ്ലിക്കിൻ്റെ അടുത്ത് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിലയൻസ് പവർ ഹോൾഡ് ചെയ്യുന്ന പോലെ തന്നെ ഓട്ടം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഏകദേശം 10% അടുത്ത് ഹോൾഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓട്ടം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിന് പ്രത്യക്ഷത്തിൽ അനിൽ ധീർഭായ് അംബാനി കമ്പനികളുമായിട്ടോ അതിലുള്ള പ്രൊമോട്ടേഴ്സുമായിട്ടോ ബന്ധമില്ല. ഓട്ടം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു ഹൈ റിസ്ക് ഷോർട്ട് ടേം ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ്. ഓട്ടം ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനിയും കൂടിയാണ്. എടുത്തു പറയുന്ന മറ്റൊരാൾ മാത്യു സിറിയക്കാണ്. മാത്യു സിറിയക്ക് ഏകദേശം 2% അടുത്ത് ഹോൾഡ് ചെയ്യുന്നു. ഫിനാൻഷ്യൽസും ബുക്സും ഒക്കെ വളരെ അധികം നല്ലതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് വില ഇടിയുന്നു, കൂടാതെ ഭാവിയിലേക്ക് എന്ത് ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ബുക്സിൻ്റെ അപ്പുറം കഥകൾ പറയാനുള്ളത് തീരെ ചെറുതല്ലാത്ത ചില റെഡ് ഫ്ലാഗുകളാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് 1929 ബോംബെ സബർബൻ ഇലക്ട്രിക് സപ്ലൈ BSES എന്നൊരു കമ്പനി, അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ ഇൻഫ്രാസ്ട്രക്ചർ എൻ്റർപ്രൈസ് ആണ്. അത് 2002 റിലയൻസ് പവർ ഏറ്റെടുക്കുന്നു. ഇതിനെ തുടർന്ന് 2008 ഏപ്രിലിൽ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നായിട്ട് പേര് മാറ്റുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ക്രിട്ടിക്കലായിട്ടുള്ള കുറച്ച് റെഡ് ഫ്ലാഗ്സ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തിരിച്ചു വരാം. അഥവാ എന്തുകൊണ്ടാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽസും ബുക്സും ഒക്കെ ഇത്ര നന്നായിട്ടും ആരും അത്ര പോസിറ്റീവ് അല്ലാത്തത്, അഥവാ റീറ്റെയിൽ നിക്ഷേപകർ സ്ക്രീനർ സോഫ്റ്റ്വെയർ എടുത്ത് നോക്കിയിട്ട് മാത്രം പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചെറിയൊരു ചർച്ച നടത്താം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാഷ് കൺവേർഷനാണ്. അതായത് വലിയ ഹൈപ്പ് കൊടുത്ത് കാണിച്ച ക്യാഷിൻ്റെ അകത്ത് 96% പ്രോഫിറ്റ്സും നോൺ ക്യാഷ് ആണ്. ഫിനാൻഷ്യൽ ഇയർ 25 84,000 കോടി രൂപയുടെ ലാഭം പോസ്റ്റ് ചെയ്തതിൽ അത് എക്സെപ്ഷണൽ ആയിട്ടാണ്. ഇതിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ 3657 കോടി രൂപ മാത്രമേ ഉള്ളൂ. അതായത് കമ്പനി ബിസിനസ് നടത്തിയിട്ട് ഉണ്ടാക്കിയത് ഇത്രയേ ഉള്ളൂ.
അതേസമയം ലാഭം എന്ന് പറഞ്ഞു കാണിക്കുന്നത് 85,000 കോടി രൂപയുടെ അടുത്താണ്. അതായത് ക്യാഷ് കൺവേർഷൻ റേഷ്യോ എന്ന് പറയുന്നത് വെറും 4% മാത്രമേ ഉള്ളൂ മൊത്തം പ്രോഫിറ്റിൻ്റെ അകത്ത് ബിസിനസ് നടത്തി ഉണ്ടാക്കിയത്. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള ഈ 96% അടുത്ത് വരുന്നത് അത് അക്കൗണ്ടിങ് എൻട്രീസ് ആയിട്ട് വരുന്നതാണ്, എക്സെപ്ഷണൽ ഗെയിൻസ് എന്ന് പറയുന്ന പേരിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് കയ്യിലുള്ള ചിലപ്പം റിയൽ എസ്റ്റേറ്റ് സ്ഥലങ്ങളോ അങ്ങനെയുള്ള എന്തിൻ്റെയെങ്കിലും ഒരു വാല്യുവേഷനിൽ വരുന്നതാണ്. അതായത് ഈ പറഞ്ഞ ലാഭങ്ങളൊന്നും അടുത്ത ഒരു ബിസിനസ് സൈക്കിളിലേക്ക് നിലനിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇവയെല്ലാം ബുക്കിൽ മാത്രമുള്ള കാര്യമാണെന്നർത്ഥം. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഡിവിഡൻഡ് നൽകാനും സാധിക്കുകയില്ല. കടം കുറച്ചു എന്ന് പറയുന്നു, പക്ഷേ ഈ കടം കുറച്ചത് ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോയ്ക്കകത്തു നിന്ന് ഉള്ള പണം കൊണ്ടല്ല കടം കുറച്ചത്. നമ്മളിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് 800 കോടി രൂപയുടെ സ്ക്രാപ്പ് വിറ്റ് പണം ഉണ്ടാക്കി എന്ന് പറയുന്ന പോലെ 800 കോടി രൂപയുടെ പണം ഉണ്ടാക്കി, പക്ഷേ എല്ലാ വർഷവും ഇതുപോലെ സ്ക്രാപ്പ് വിറ്റ് പണം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ ഇത്തരത്തിലുള്ളൊരു വരുമാനം എല്ലാ ക്വാർട്ടറിലും റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിനും ഉണ്ടാകില്ല. 2025 നമ്മൾ എടുത്തു പറയുന്ന ആഘോഷിക്കുന്ന സമയത്ത് നമ്മളൊന്ന് 2023 മുതലുള്ള കാലം എടുത്തു നോക്കിയാൽ ഇത് എന്തുമാത്രം ബോഗസ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. 2021-23 കാലയളവിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 1,400 കോടി രൂപ, 2,000 കോടി രൂപ ആ ഒരു നിലവാരത്തിലൊക്കെയാണ് ഇരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ലാഭമില്ലായിരുന്നു, അഥവാ കമ്പനി നഷ്ടത്തിലായിരുന്നു. 2024 വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 4,100 കോടി രൂപ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ട്. പക്ഷേ ഈ സമയത്തും ഏകദേശം 6,500 കോടി രൂപയുടെ നഷ്ടമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 2025 വന്നു കഴിഞ്ഞപ്പം ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ സത്യത്തിൽ 4,100 കോടി രൂപയിൽ നിന്നും 3,700 കോടി രൂപയിലേക്ക് താഴ്ന്നെങ്കിൽ കൂടിയും 85,000 കോടി രൂപ എന്നുള്ള ഒരു ഫിനോമിനലായിട്ടുള്ള ഒരു പ്രോഫിറ്റ് കാണിച്ചു. അതുകൊണ്ടാണ് പറയപ്പെടുന്നത് ഇത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്നുള്ള പ്രോഫിറ്റ് അല്ല എന്നുള്ളത്. രണ്ടാമത്തെ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, റവന്യൂവും പ്രോഫിറ്റും തമ്മിലുള്ള ഒരു ബന്ധമില്ലായ്മയാണ്. 2024-25 ഒരു റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 7%. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 36% എന്ന് ക്ലെയിം ചെയ്യുന്നു. ഇത് നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് പറയേണ്ടത് ഇംപ്ലോയിഡ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 520%. ഇത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയില്ല. സൂപ്പർമാൻ നടത്തുന്ന വല്ല കമ്പനിയാണെങ്കിൽ ഇത് നടന്നേക്കാം. 7%, 8%, എന്തിനേറെ പറയുന്നു 3% അടുത്ത് വരെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻസ് റെക്കോർഡ് ചെയ്ത കമ്പനിയാണ് ഇത് എന്ന് ഓർക്കണം. മറ്റൊന്നുള്ളത്, ഈ പറഞ്ഞ പല ക്യാഷ് ഫ്ലോയും ഇൻകമും ഒക്കെ ഒരു വൺ ടൈം ഐറ്റംസിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആർബിട്രേഷൻ അവാർഡ്സ് DMRC 2,950 കോടി രൂപയുടെ ഇത് ആർബിട്രേഷൻ അവാർഡ് ചെയ്തു നൽകി 2017. പക്ഷേ സുപ്രീം കോടതി 2024 ഏപ്രിലിൽ ഇത് റിവേഴ്സ് ചെയ്തു, അതായത് വന്നതുപോലെ പോയി എന്നർത്ഥം. അതേപോലെ തന്നെ DV ഉണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു 200 കോടി രൂപയുടെ കിട്ടിയതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഏത് സമയവും നമ്മൾ ഇന്ന് ബുക്സിൽ കാണുന്നുണ്ടെങ്കിലും ഇവയെല്ലാം ഏത് സമയവും പോകാം എന്നുള്ള ഒരവസ്ഥയിലുള്ളതാണ്. പലതും സബ്ജുഡൈസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളിതൊക്കെ പലതും ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് കാണുന്നുണ്ടെങ്കിൽ കൂടിയും നാളെ ഇന്നത്തെ ലാഭം നാളത്തെ ചിലപ്പം ലോസ് ആയിട്ട് പലയിടത്തും പല ബുക്സിൻ്റെ അകത്തും റിഫ്ലക്ട് ചെയ്തേക്കാം എന്നർത്ഥം. മറ്റൊന്നുള്ളത്, നമ്മൾ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കി കഴിയുമ്പോൾ അവസാനത്തെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഏകദേശം 38,000 കോടി രൂപയാണ്. പക്ഷേ അതേസമയം അതർ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 33,000 അടുത്ത് കോടിയുടെ കൊടുക്കുന്നുണ്ട്. ഈ മൊത്തം ഇത് ഈ 33,000 കോടി രൂപ എന്ന് പറയുന്നത് ഏകദേശം 87% അടുത്ത് വരും. ട്രേഡ് റിസീവബിൾസ് അതേസമയം വെറും 1,500 കോടി രൂപ മാത്രമേ ഉള്ളൂ, 4%. ക്യാഷ് എന്ന് പറയുന്നത് 8%, 2,860 കോടി രൂപയും. ഇൻവെൻട്രിയും എല്ലാം കൂടി ചേർത്തിട്ട് ആകെ 486 കോടി രൂപ, 1% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുന്നത് വളരെ വളരെ ഇറഗുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതർ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഏത് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലും ഒരു 5 മുതൽ 15% വരെയുള്ള ആ ഒരു റേഞ്ചിലേക്ക് കാണുകയുള്ളൂ. 85% എന്ന് പറയുന്നത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അഥവാ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ ഡ്യൂസ് ആകാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആർബിട്രേഷൻ്റെ കുറച്ച് വന്നിട്ടുള്ളതാകാം, അത് ഇല്ല എന്ന് പറയുന്നില്ല. അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ്സ് ആകാം. പക്ഷേ അതേസമയം ഇവയൊന്നും ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാര്യം. മറ്റൊന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ആണ്. ഏകദേശം 3 ഇരട്ടിയോളം വരുന്ന അൺകോട്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ മുകളിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുതൽ. അൺകോട്ടഡ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാത്ത സെക്യൂരിറ്റീസിൻ്റെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അത് ഏകദേശം 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ഉദാഹരണമായിട്ട് ഈ കമ്പനികൾ BSES ഡൽഹി, അത് പവർ ഡിസ്ട്രിബ്യൂഷൻ സബ്സിഡിയറിയാണ്. റിലയൻസ് മുംബൈ മെട്രോ റെയിൽ ഓപ്പറേഷൻസിനുള്ളത്. റോഡ് പ്രോജക്റ്റ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ഒത്തിരിയുണ്ട് അതിനകത്ത്. ഡിഫൻസ് സെക്ടർ സബ്സിഡിയറീസ് കുറേയുണ്ട്. ഈ ഡിഫൻസ് സെക്ടർ സബ്സിഡിയറീസ് ആണ് നമ്മുടെ പല മാധ്യമങ്ങളും റിലയൻസ് ഇൻഫ്ര ഡിഫൻസിലേക്ക് എടുത്തു ചാടാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു സെൻസേഷൻ ഉണ്ടാക്കിയത്.
മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു അൺകോട്ടഡ് ഷെയർസിന്റെ വില എന്ന് പറയുന്നത് മാനേജ്മെന്റ് എസ്റ്റിമേറ്റ്സ് മാത്രമാണ്. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള വില എന്താണെന്നുള്ളത് സത്യത്തിൽ വാല്യുവേഷൻ അത്ര സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് എന്ത് വിലയും ആർക്കും ഇടാം എന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. മറ്റൊന്നുള്ളത്, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലുള്ള കടങ്ങൾ കുറച്ചതിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ കടം കുറച്ചതും നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സും തമ്മിൽ എവിടെയോ ആരോ പറഞ്ഞ പോലെ മാച്ച് ആകുന്നില്ല. കമ്പനി പറയുന്നത് 3300 കോടി രൂപയുടെ കടം ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 3600 കോടി രൂപയാണ്. ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഔട്ട്ഫ്ലോ ആണ്, അതായത് പുറത്തേക്ക് പോയ പണമാണ് 1731 കോടി. അതാണ് നമ്മൾ അവിടെ നെഗറ്റീവായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെ അവൈലബിൾ ആയിട്ടുള്ള 1926 കോടി രൂപയാണ്. ഡെറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയത് 11,464 കോടി രൂപ, അതായത് ഏകദേശം 9,500 കോടി രൂപയുടെ കുറവ്. അപ്പോൾ ഈ പണം എവിടെ നിന്ന് വന്നു? ഡോക്യുമെന്റ്സിൻ്റെ അകത്ത് ഇതിന് തെളിവൊന്നുമില്ല. അസറ്റ് സെല്ല് ചെയ്തതിനെ കുറിച്ച് പറയുന്നില്ല, അതായത് വല്ല മെഷീനറിയോ അല്ലെങ്കിൽ ലാൻഡോ ഒന്നും സെല്ല് ചെയ്തതിനെ കുറിച്ച് പറയുന്നില്ല. 526 കോടി രൂപയുടെ ആരവലി പവറിന്റെ ആർബിട്രേഷൻ ലഭിച്ചതിനെ കുറിച്ച് ന്യൂസ് ഉണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് പറയുന്നില്ല. എങ്കിൽ പോലും അത് 500 ചില്ലറ കോടി രൂപ മാത്രമേ ഉള്ളൂ. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ ഫണ്ട് ട്രാൻസ്ഫേഴ്സ് അത് EDയുടെ കയ്യിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് വരാൻ വഴിയില്ല. പിന്നെയുള്ളൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിജന്റ് ലയബിലിറ്റീസ് റീക്ലാസിഫൈ ചെയ്തിട്ട് അത് മറ്റുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസിലേക്കോ അല്ലെങ്കിൽ റിലയൻസ് പവറിലേക്കോ ഒക്കെ മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ കടം വേണമെങ്കിൽ കുറയ്ക്കാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, എനിക്കൊരു 10,000 രൂപ കടമുണ്ടെങ്കിൽ ഞാൻ ആ കടം എടുത്തിട്ട് എൻ്റെ അച്ഛൻ്റെ പേരിലേക്ക് അങ്ങ് മാറ്റുന്നു. അപ്പോൾ എൻ്റെ പേരിലുള്ളൊരു കടം മാറി, പക്ഷേ എങ്കിൽ പോലും കുടുംബത്തിൻ്റെ കടം അവിടെ തന്നെ ഇരിക്കും എന്നർത്ഥം. അല്ലെങ്കിൽ നാളെ എൻ്റെ അച്ഛൻ പറയും, അടുത്ത കൊല്ലം ആകുമ്പോൾ പറയും, കടക്കാർ വരുമ്പോൾ പറയും എൻ്റെ മോൻ തന്നെ തരും, അപ്പോൾ ഞാൻ ഉടനെ തിരിച്ചെടുക്കും. ഇതല്ലാതെ മറ്റും ഒട്ടനേകം റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. കണ്ടിജന്റ് ലയബിലിറ്റി ഭയങ്കരമായിട്ട് കുറയുന്നു. സ്റ്റാൻഡ് അലോണും അതുപോലെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റും തമ്മിൽ അങ്ങോട്ട് മാച്ച് ആകുന്നില്ല. ഒട്ടനേകം കാര്യങ്ങൾ മാച്ച് ആകുന്നില്ല നമ്പേഴ്സൊക്കെ നോക്കിക്കഴിയുമ്പോൾ. ഇത് തന്നെയാകാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം, പലരും ഇതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് ചെയ്തതിൻ്റെ. അതേസമയം മറ്റു ചിലർ ഇനിയും എക്സിറ്റ് ചെയ്യാതെ ബാക്കിയിരിക്കുന്നുണ്ട്. ഹൈ റിസ്ക് ഹൈ റിട്ടേൺസ് എന്ന രീതിയിൽ ഇരിക്കുന്നവർ, അത്തരത്തിലുള്ള ചില ഹൈ നെറ്റ്വർത്ത് ഇൻവെസ്റ്റേഴ്സും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റീറ്റെയിൽ നിക്ഷേപകരോട് പറയാനുള്ളത്, വെറും നമ്പേഴ്സ് ആരെങ്കിലും സബ്മിറ്റ് ചെയ്യുന്നതിന് മാത്രം നോക്കിക്കൊണ്ടിരിക്കരുത്. നമ്പേഴ്സ് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ നോക്കുക. പ്രധാനപ്പെട്ട ചോദ്യം, ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾ 400 ചില്ലായിരം രൂപയ്ക്കകത്തു നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ, എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഒട്ടനേകം നഷ്ടങ്ങൾ നിങ്ങൾ നേരിട്ട് കഴിഞ്ഞു, ഇനിയും ഹോൾഡ് ചെയ്യാം. അതേസമയം നിങ്ങൾ പുതുതായിട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, ഏകദേശം 10-50ൻ്റെ അടുത്തുള്ള കേസും അസറ്റ് റിക്കവറികളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവയ്ക്കൊക്കെ ഒരു തീരുമാനമായിട്ട് ഇതിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതേ സെക്ടറിൽ തന്നെ ഒട്ടനേകം നല്ല കമ്പനികളുണ്ട്, അക്കൗണ്ട്സൊക്കെ കുറേ ക്ലിയർ ആയിട്ടുള്ളത്. അവയിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.